ഏതെങ്കിലും ഒരു ഫിലോസഫി ബുക്ക് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്നോ വരുന്നത് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഇമ്മാനുവൽ കാന്റ് എന്ന് പറയാതെ ആർക്കും ഒന്നും പറയാൻ സാധിക്കുകയില്ല. അപ്പം കാന്റ് വാസ് സച്ച് എ ക്രിട്ടിക്കൽ പോയിന്റ് ഇൻ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ദാറ്റ് യു കാൺ ബൈപാസ് ഇറ്റ്. അപ്പം കാന്റ് 18-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു, നിങ്ങൾ ഉണരണം, നിങ്ങൾ ധൈര്യമായിട്ട് ചിന്തിക്കണം. ലത്തീൻ ഭാഷയിൽ സപ്പേരെ ഔദെ ഈസ് എ വെൽ നോൺ ഫ്രേസ്. അപ്പം റൈസ് ആൻഡ് തിങ്ക് ബോൾഡ്ലി. എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, റോമൻ കത്തോലിക്ക സഭ അതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് നോളജ് comes from above, of course from God, and then it is deposited in the hierarchy. മാർപ്പാപ്പായും ബിഷപ്പന്മാരും ഒക്കെ ചേർന്ന ഒരു ഹെറാർക്കിയുണ്ട്. അവിടെയാണ് എക്ലീസിയാസ്റ്റിക്കൽ അതോറിറ്റി എന്ന് ഇപ്പം നിങ്ങൾ പറയും, ബട്ട് ഓൾ നോളജ് ആൻഡ് ഓൾ അതോറിറ്റി വാസ് ഡിപ്പോസിറ്റഡ് ദെയർ. അവിടെ നിന്നാണ് പിന്നെ മറ്റുള്ളവർക്ക് അത് കിട്ടുന്നത്. അവരാണ് എന്താണ് അറിവ് എന്ന് നിശ്ചയിക്കുന്നത്. അവരാണ് എങ്ങനെയാണ് ഈ അറിവ്, ആർക്കൊക്കെയാണ് ഈ അറിവ് കൊടുക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത് അവരാണ്. മിക്കവാറും കത്തോലിക്ക ലൈബ്രറികളിലൊക്കെ ഒരു പ്രത്യേക വിഭാഗം പുസ്തകമുണ്ട്. അവിടെ ആർക്കും പ്രവേശനമില്ല. അത് ഇൻഡെക്സ്ഡാണ് ആ പുസ്തകങ്ങൾ. അത് ലൈബ്രറിയൻ വിചാരിച്ചാൽ പോലും ഒരു പുസ്തകം എടുത്തൊരാൾ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഹയറാർക്കിയുടെയൊക്കെ തീരുമാനങ്ങളൊക്കെ വേണം. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. ഈ ഞാനതിലേക്കിപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നോളജ് വാസ് ദി മോണോപ്പൊളി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദി എക്ലീസിയാസ്റ്റിക്കൽ ഹെറാർക്കി. അതുകൊണ്ട് ആളുകളൊക്കെ, സാധാരണക്കാരായ ആളുകളൊക്കെ അവരെ ആടുകളാണ്. ആടുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോഴും നമ്മൾ ആടുകളെന്നാണല്ലോ പറയുന്നത്, അല്ലേ? ഇടയന്മാരും ആടുകളുമാണ്. എന്നാൽ ഈ ആടുകളുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തിയത് ഈ എൻലൈറ്റൻമെൻ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അവർ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ എന്ന് പറഞ്ഞത്. പക്ഷെ ക്രിട്ടിക്കൽ റീസണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തിരുമേനിയുടെ രണ്ടാമത്തെ പുസ്തകം ഞാൻ സൂചിപ്പിച്ച എൻലൈറ്റൻമെൻറ്റ്, ഈ ലൈറ്റ് ടു ബ്രൈറ്റ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദി അൺറീസൺ ഓഫ് റീസൺ എന്ന് പറഞ്ഞൊരു ലോങ് എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ സെക്കുലറൈസേഷൻ എന്നുള്ള ചിന്ത യൂറോപ്പിൽ വരുന്നത്. നിരീശ്വര ചിന്ത അതിന് മുൻപേ ഉണ്ട് എങ്കിൽ പോലും നിരീശ്വര ചിന്തയ്ക്ക് വലിയ ഒരു അടിസ്ഥാനം നൽകിയതും ഈ ക്രിട്ടിക്കൽ റാഷണാലിറ്റിയാണ്. സത്യമെന്ന് പറയുന്നത് നമ്മുടെ റീസൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ് എന്നുള്ളതാണ് പിന്നീട് വന്ന സയൻസിലും ടെക്നോളജിയിലും ഉള്ളത്. ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്യുന്നത് സത്യം കണ്ടെത്താനുള്ള മാർഗം അവരന്വേഷിക്കുകയാണ്. അപ്പം ഈ സത്യദർശനം എന്ന് പറയുന്നത് അത് വസ്തുനിഷ്ഠമായ സത്യമാണ്, ഒബ്ജക്റ്റീവ് ട്രൂത്താണ്. ഇപ്പം ഞാൻ സബ്ജക്റ്റാണ്, മറ്റത് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ പഠിച്ചതിന് ശേഷം ഞാൻ സൃഷ്ടിക്കുന്ന ഒരു സത്യമുണ്ട്. അത് ഫാക്ച്വലാണ്, അത് ഒബ്ജക്റ്റീവാണ്, അത് യൂണിവേഴ്സലി ടെസ്റ്റബിളാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും ചൈനയിലും ഏത് കാലത്തും ടെസ്റ്റ് ചെയ്യാവുന്ന, ഇങ്ങനെയൊക്കെയാണ് ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി. നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഇതൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നുണ്ട്. തിരുമേനി ഈ വാസ്തവത്തിൽ ഇത് വളരെ ശക്തിയായിട്ട് അതിനെ അവതരിപ്പിക്കുന്നു. നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ്, വെറുതെ പറയുന്നതല്ല. നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഇതിനെ വിശകലനം ചെയ്യുകയും എന്താണ് ഒരു എൻലൈറ്റൻമെൻറ്റിന്, യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിന് ബദലായിട്ടുള്ള ഒരു എൻലൈറ്റൻമെൻറ്റ് ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഏഷ്യൻ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ആ ചിന്ത അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ അത് കണ്ടെടുത്താൽ ഒരു റവല്യൂഷണറി തിങ്കിങ്ങാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ബുദ്ധ പാരമ്പര്യവുമായിട്ട്
ബൗദ്ധ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയ തിരുമേനി എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ മത സിദ്ധാന്തങ്ങൾക്കകത്തത് വരാത്തത് കൊണ്ട് അവരത്രയും അത് ശ്രദ്ധിക്കലായിരിക്കും. ഏതായാലും എൻലൈറ്റൻമെൻറ്റ്, there is enlightenment in Asia. Western enlightenment, because of the overemphasis on critical rationality, on objective scientific truth, they ignored the level of transcendence. All science became, in a way, materialistic science, confined to our space and time categories. And there was no sense of the transcendence. Whereas in India and Asia in general, it began in India with the Buddhist tradition 500 years before Christ. And it spread to different parts of Asia, different countries, to South Asia, to North Asia. And it enlightened Asia for many centuries. Unfortunately, this was expelled from India for other reasons, you know. So there is this counter-enlightenment or Asian enlightenment, which should be the basis of the Indian nationhood. അവിടെയാണ് അതിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇതൊരു വെറും ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് അല്ല, ഒരു സ്പിരിച്വൽ മൂവ്മെൻ്റ് അല്ല, നേരെ മറിച്ച് ഇതിനൊരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. The difference between Western enlightenment and the Asian or Indian enlightenment is that in the Buddhist enlightenment also, critical reason was important, was a constitutive element, but they didn't stop there. The whole realm of transcendence was also taken into account. So both reason and transcendence were combined in the Indian, Buddhist or Asian philosophical, intellectual enlightenment tradition. Whereas the Western world, because of its overemphasis and sole emphasis on human reason, became a sort of secular civilization. And Tirumani very, very powerfully criticizes this Western secular idea, which was taken over to India when India became independent. People like Jawaharlal Nehru, because of their training in the West and because of the overall global acceptance of the Western enlightenment idea, the Indian nation also accepted that idea of secularism. നമ്മളതിനെ മതേതരത്വമെന്നും മതനിരപേക്ഷതയെന്നും ഒക്കെ പറയാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ ചിന്തയിലും ഇത് സ്വീകരിക്കപ്പെട്ടു, ഈ സെക്യുലർ എന്നുള്ള ആശയം. അവിടെ തിരുമേനിക്ക് വളരെ നിർണായകമായ ചില ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ്? ഇന്ത്യയുടെ പാരമ്പര്യം മത പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ഇസ്ലാം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ദി സ്ട്രീംസ് ഓഫ് സ്പിരിച്വാലിറ്റി ഇൻ ഇന്ത്യ അതെത്രയോ സഹസ്രാബ്ദങ്ങളായിട്ടുണ്ട്. ആൻഡ് യു ഹാവ് സീൻ ഇറ്റ് ആൻഡ് യു എക്സ്പീരിയൻസ് ഇറ്റ് എവറി ഡേ. ദി മെനി ഡൈവേഴ്സ് സ്ട്രീംസ്, സ്പിരിച്വൽ സ്ട്രീംസ് ഇൻ ഇന്ത്യ. ഈ മതധാരകളെ, ഈ ആധ്യാത്മികതയുടെ ധാരകളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ ആ ധാരയില്ലിപ്പോൾ മീന് വെള്ളത്തിലാണ് കഴിയുന്നത്, അല്ലേ? മത്സ്യങ്ങൾ വെള്ളത്തിലാണ് കഴിയുന്നത്. ആ വെള്ളത്തെക്കുറിച്ച് അതിന് വലിയ ബോധമൊന്നുമില്ല, ഒട്ടും തന്നെ ബോധമില്ല എന്ന് വേണേൽ പറയാം. പക്ഷേ അതിനകത്ത് അത് ജീവിക്കുന്നത്. ആ വെള്ളത്തെക്കുറിച്ച് ഒരു തീസിസ് എഴുതാനായിട്ട് ഒരു മീനിന് സാധിക്കുകയില്ല, പക്ഷേ ജീവിക്കാൻ സാധിക്കും അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞതുപോലെ നമുക്കിത് ഒബ്ജക്റ്റീവായിട്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ സാധിച്ചെന്ന് വരികയില്ല. ബട്ട് വി മൂവ് ആൻഡ് ലിവ് ഇൻ ദിസ് സ്ട്രീം, ഇൻ ദിസ് കോൺഫ്ലുവൻസ് ഓഫ് മെനി സ്ട്രീംസ് ഓഫ് സ്പിരിച്വൽ ട്രഡീഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ അതും മുമ്പേ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് നമ്മൾ സ്വീകരിച്ച സെക്യുലർ പ്രിൻസിപ്പിളുമായിട്ട് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പം വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പം വന്നിരിക്കുന്നത് ഒരുതരം ധ്രുവീകരണമാണ്. സെക്യുലറെ ഞങ്ങൾക്ക് വേണ്ട, ഈ മതത്തിൻ്റെ വളരെ വളരെ യാഥാസ്ഥിതികമായ,
വളരെ കൺസർവേറ്റീവായിട്ടുള്ള ആ കോർ എലമെൻറ്റിലേക്ക് ഞങ്ങൾ പോയാൽ മതി, മറ്റേതേ വേണ്ട എന്ന് പറഞ്ഞു. മറുവശത്ത് അവർ പറയും, ഇഫ് യു ഡോണ്ട് ബ്രിങ് ഇൻ ദ സെക്യുലർ then the religions would destroy the whole tradition of India, the nation of India എന്ന് പറയും. അപ്പം you see this sort of polarization happening between the streams of spirituality or religious understanding on the one hand and the secular on the other hand. ഇത് ഇന്ത്യയിൽ നമുക്ക് മുൻപ് അങ്ങനെ വലിയ പ്രശ്നമുള്ള സംഗതി ആയിരുന്നില്ല. ബിക്കോസ് ഓഫ് അവർ acceptance of all traditions. ഇന്ത്യയിലെ അദ്വൈത വേദാന്തം മുതൽ ലോകായതികന്മാരുടെ സിദ്ധാന്തം, മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ലൗകികരുടെ ലോകായതികന്മാരുടെ സിദ്ധാന്തം വരെ ഇവിടെ ദർശനങ്ങളായിട്ട്, ഇവിടെ ദാർശനിക ധാരകളായിട്ട് സ്വീകരിച്ച രാജ്യമായത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതെല്ലാം വിട്ടിട്ട് ഈ പോളറൈസേഷൻ, ഡെഫിനറ്റ്ലി that polarization will destroy the whole heritage of India and would create very violent conflicts in our country. അതുകൊണ്ട് തിരുമേനിയുടെ ആ ചോദ്യം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും. How do you bring together the secular principle based on critical reason, rationality, and the spiritual stream rooted in the spirit of transcendence? ഇത് രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് ഞാനതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എനിക്ക് എൻ്റെ സമയം തീർന്നു. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാനത് അവതരിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഈ തിരുമേനി എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ടെങ്കിലും ഈ ക്രിസ്ത്യൻ ട്രഡീഷനെ കുറിച്ച് അവിടെ തിരുമേനി അധികം പറയുന്നില്ല. ബിക്കോസ് വെസ്റ്റേൺ ക്രിസ്ത്യൻ ട്രഡീഷൻ വാസ് willingly or unwillingly associated with the Western Enlightenment movement. Christianity is also in a way a partner to that. ഇവിടെ വന്ന ഈ പഴയ സെമിനാരി സ്ഥാപിച്ച മിഷണറിമാർ, സ്ഥാപിച്ചാൽ നിങ്ങൾ പറയുന്നത് ക്ഷമിക്കണം, സ്ഥാപിച്ചാന്ന് ഞാൻ പറയുന്നത്, പഴയ സെമിനാരി സ്ഥാപിച്ചത് ഭാരതീയ സഭയുടെ നേതാക്കളാണ്. പക്ഷേ ഇവിടെ ഈ പഠന പദ്ധതി ആരംഭിക്കാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വവുമായിട്ട് സഹകരിച്ച മിഷണർമാരെല്ലാവരും തന്നെ ഈ എൻലൈറ്റൻമെൻറ്റിൻ്റെ പ്രോഡക്ട്സാണ്. എൻലൈറ്റൻമെൻറ്റ് അത് ഹ്യൂമൻ റാഷണാലിറ്റി വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഇന്ത്യക്കാരെല്ലാം വിചാരിക്കുന്നത് തെറ്റാണ്, അവരുടെ ആരാധന തെറ്റാണ്, അവരുടെ വിശ്വാസം തെറ്റാണ്, അതൊന്നും എൻലൈറ്റൻഡ് അല്ല, അതൊക്കെ ഇപ്പോഴും അന്ധകാരത്തിലാണെന്ന് അവർ ധരിക്കുകയും അതിനെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ഇവിടുത്തെ എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ച് അവർക്ക് അറിയാൻ പാടില്ല. They are totally ignorant about the Indian enlightenment and the knowledge tradition in this country. അതിൻ്റെ ഫലമായിട്ട് എന്തോ ഈ 15-16 വർഷമായപ്പോഴത്തേക്ക് കോൺഫ്ലിക്റ്റായി മിഷണറിമാരും ഇന്ത്യൻ ലീഡർഷിപ്പും തമ്മിലെന്നുള്ളത് ഞാനതിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന കാര്യമാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ ഒരു ക്രിസ്ത്യൻ എൻലൈറ്റൻമെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമായി. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം ബാപ്റ്റിസം എല്ലാ സഭകൾക്കും പൊതുവായിട്ടുള്ള ഒരു സംഗതിയാണ്. ബാപ്റ്റിസം യൂക്കറിസ്റ്റ്യൻ മിനിസ്ട്രിയെക്കുറിച്ച് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഒത്തിരിയേറെ വർഷങ്ങൾ പഠനം നടത്തിയെങ്കിലും ബാപ്റ്റിസത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കോമൺ ഗ്രൗണ്ടായിട്ട് ഉള്ളത്. മറ്റതൊക്കെ വലിയ ഭിന്നതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഈ ബാപ്റ്റിസം നമ്മുടെ പൊതുവായ ധാരണയും പുറത്തെ ധാരണയും മാമോദീസയായിട്ട് സഭയിൽ ചേരുക എന്നുള്ളതാണ്. പക്ഷേ മാമോദീസ ഒരു എൻലൈറ്റൻമെൻ്റ് ആണെന്നുള്ളത് നമ്മുടെ ആരാധനാക്രമത്തിൽ പറയുന്നുണ്ട്. മാമോദീസയുടെ ബാപ്റ്റിസത്തിൻ്റെ മറ്റേ പേര് ഗ്രീക്കിലാണ് ഫോർട്ടിസ്മ എന്നാണ്. അത് സുറിയാനിക്കാരെ പ്രകാശനം, മലയാളത്തിൽ വന്നിട്ടുണ്ട്, പ്രകാശനമെന്ന് നമ്മളത് തർജ്ജമ ചെയ്യാറുണ്ട്. അപ്പം ഈ പ്രകാശനം നമ്മുടെ ഇന്നർ എൻലൈറ്റൻമെൻ്റ് ആണ്. നോട്ട് ഓൺലി ദി എൻലൈറ്റൻമെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ബട്ട് ഓൾസോ ദി എൻലൈറ്റൻമെൻറ്റ് ഓഫ് ദ ഹോൾ കമ്മ്യൂണിറ്റി എന്നുള്ള ചിന്ത നമുക്ക് വരണം. അതാണ് അതിൻ്റെ ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ എന്ന് എൻ്റെ ഒരു എളിയ ചിന്ത ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവസാനമായിട്ട് തിരുമേനിയുടെ എല്ലാ പുസ്തകങ്ങളിലും ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാവി കമ്മ്യൂണിറ്റി, അത് ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ ഒരു പുസ്തകവും മിക്കവാറും ലേഖനങ്ങളൊന്നും
തിരുമേനി അവസാനിപ്പിക്കുന്നില്ല. അതൊരു കുറച്ചൊക്കെ യുട്ടോപ്യനാണ്, ഒരു സ്വപ്നാത്മകമാണ്. പക്ഷേ അങ്ങനെയുള്ള സ്വപ്നങ്ങളില്ലാതെ യാഥാർത്ഥ്യം നിലവിൽ വരികയില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെയുള്ളത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ വിഭജനങ്ങൾ സൃഷ്ടിക്കുന്നതായ ഭിത്തികൾക്ക് അതീതമായിട്ട് ഉയർന്ന് എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹത്തിലും പരസ്പരം വിമർശനവുമാകാം ആ സ്നേഹത്തിൽ. പക്ഷേ അത് സ്നേഹത്തോടെയുള്ള വിമർശനത്തിലും സ്വയം തിരുത്തലിലും അങ്ങനെ ഈ ലോകത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിനും പരിസ്ഥിതിയോട്ടുള്ളതായ നല്ല താളാത്മകമായ ബന്ധത്തിനും കാരണമാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നുള്ളത് തിരുമേനിയുടെ വലിയ സ്വപ്നമായിരുന്നു. അത് നമുക്കിപ്പോൾ ഒരു സഭയിലോ മതത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രത്തിലോ പൊതുവായിട്ട് പറഞ്ഞാൽ നടക്കുകയില്ല. അതിന് സാധിക്കുന്നത് ചെറിയ ചെറിയ കൂട്ടായ്മകൾ, ചെറിയ സൗഹൃദങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് പലതും ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് തന്നെ സാധിക്കും. നിങ്ങൾ 3-4 പേരോ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ചില പ്രത്യേക വൃത്തങ്ങൾ, സർക്കിൾസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്കിത് കുറേ സമയത്തേക്ക് മതി, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മതിയായിരിക്കും. പക്ഷേ യു നീഡ് ടു ക്രിയേറ്റ് ദിസ് ഐഡിയൽ ഓഫ് മ്യൂച്വാലിറ്റി, ഓഫ് loving each other and criticizing each other for the benefit of the common good. ഇത് ഓർത്ത് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് നല്ലതാണ്. സഭയെയും മതത്തെയും ഒന്നും നമുക്കൊന്നും ഒറ്റയടിക്കൊന്നും മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം the power of institution is so great that helpless individuals just tolerate it. But there are ways of doing things